ജൂലൈ 16 പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ തിരുനാൾ. കർമ്മലമാതാവിൻ്റെ സമ്മാനമായ കർമ്മലോത്തിരീയവും കർമ്മല സഭയും ആ ആത്മീയതയുമെല്ലാം നമ്മുടെ മണ്ണിൽ വേരുറപ്പിച്ചിട്ട് കുറേ കാലങ്ങളായതാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആത്മീയത കൂടിയാണ്. കർമ്മലമല, കർമ്മൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പൂന്തോട്ടമെന്നാണ്. ഈശോയുടെ ജനനത്തിന് മുൻപ് തന്നെ കർമ്മലമല പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു. ഇസ്രായേൽ ജനം ഒരു വിശുദ്ധ മലയായി കരുതിയിരുന്ന ഇടം തന്നെയാണ്. ഏലിയാവിൻ്റെ തീഷ്ണത കത്തിജ്വലിച്ച കർമ്മലമല, ബാലിൻ്റെ ദേവന്മാരെ അവിടെ തറ പറ്റിച്ചുകൊണ്ട് ദൈവാശ്രയ ബോധത്തിൽ നിന്ന് ദൈവത്തിനായി ബലിയർപ്പിച്ച ഏലിയാവിൻ്റെ തീഷ്ണത കത്തിജ്വലിക്കുന്ന കർമ്മൽ മല. ഇംഗ്ലണ്ടിൽ നിന്ന് ഈ കർമ്മൽ മലയിൽ വന്ന് സന്യാസം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സൈമൺ സ്റ്റോക്ക്, വിശുദ്ധ സൈമൺ സ്റ്റോക്ക്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഒരു അനുഭവമായിരുന്നു ഈ കർമ്മൽ മല. പരിശുദ്ധ അമ്മയോട് ഉള്ള സ്നേഹവും ദൈവത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണവും ഏലിയായുടെ തീഷ്ണതയും നിറഞ്ഞ അദ്ദേഹമാണ് ഈ പ്രതികൂലതയുടെ കാലഘട്ടത്തിൽ കർമ്മലീത്ത സഭയുടെ അധികാരിയായി തിരഞ്ഞെടുക്കപ്പെടുക. 1251 ജൂലൈ 16 അർദ്ധരാത്രി. വലിയ പ്രതികൂലതയും പ്രതിസന്ധിയും ഹൃദയഭാരവും ഉള്ളിലേറ്റിക്കൊണ്ട് കർമ്മലീത്തരുടെ അധികാരിയായ വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു വഴി നീ കാണിച്ചു തരണമേ. വിശുദ്ധ സൈമൺ സ്റ്റോക്ക് അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തിയ ആ രാത്രി പരിശുദ്ധ അമ്മ ഒരു ദിവ്യ ദർശനത്താൽ അദ്ദേഹത്തെ സന്ദർശിക്കുകയാണ്. ഇടത്ത് കൈയിൽ ഉണ്ണീശോയും വലത്ത് കൈയിൽ കർമ്മലോത്തിരീയവുമായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. അമ്മ ഏറെ വാത്സല്യത്തോടെ വിശുദ്ധ സൈമൺ സ്റ്റോക്കിനൊരു സന്ദേശം നൽകുകയാണ്. എൻ്റെ പ്രിയ മകനെ, ഈ ഉത്തരീയം നിനക്കും നിൻ്റെ സഭയ്ക്കും ഞാനുമായുള്ള വലിയ ബന്ധത്തിൻ്റെ അച്ചാരമായിരിക്കും. അതിൻ്റെ നിരന്തര ഓർമ്മപ്പെടുത്തലായിരിക്കും. ഇത് ധരിക്കുമ്പോൾ ഒരിക്കലും നശിച്ചു പോകാത്ത വിധത്തിൽ, ഒരിക്കലും നിത്യനരകാഗ്നിയിലേക്ക് തള്ളപ്പെടാത്ത വിധത്തിൽ ഞാൻ നിങ്ങളെ സംരക്ഷിക്കും. വെന്തിഞ്ഞ പരിശുദ്ധ അമ്മയുടെ ഉത്തരീയം, അത് തവിട്ട് നിറത്തിലുള്ള ഒരു കമ്പിളി വസ്ത്രത്തിൻ്റെ കീറാണ്. വെന്തിഞ്ഞ നമ്മളുടെ ജീവിതത്തിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ അനുഭവമാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായി ആദ്യ കുർബാന സ്വീകരണ സമയങ്ങളിലൊക്കെ സമ്മാനമായി നൽകുന്നതാണ്. പ്രത്യേകിച്ച് ഈ വെന്തിങ്ങയുടെ അടയാളം അല്ലെങ്കിൽ അർത്ഥം എന്താണ്? പരിശുദ്ധ അമ്മ തൻ്റെ മേലങ്കി കൊണ്ട് നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഒരു മാതൃവാത്സല്യത്തോടെ നമ്മളുടെ അപജയങ്ങളിൽ, വേദനകളിൽ, സങ്കടങ്ങളിൽ അമ്മ ഇങ്ങനെ അമ്മയുടെ മാറോട് ചേർത്ത് അമ്മയുടെ മേലങ്കിയാൽ ഇങ്ങനെ പൊതിയുന്നു എന്നാണ് നമ്മൾ ധരിക്കുന്ന ആ സ്കാപ്പുലർ ഉത്തരീയത്തിൻ്റെ അർത്ഥം. 22 യോഹന്നാൻ പാപ്പ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു ദർശനത്തിലൂടെ വീണ്ടും പരിശുദ്ധ അമ്മ ഇത് അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ സെബാസ്റ്റ്യൻ ആനുകൂല്യം എന്ന് പറയുന്ന ഒരു ആനുകൂല്യം
സഭയിൽ ഉണ്ടാവുകയാണ്. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധ അമ്മ ഉത്തരീയം ധരിച്ചു മരിച്ച ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷമുള്ള ആദ്യത്തെ ശനിയാഴ്ച ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ആ ആത്മാവിനെ ദൈവതിരുമുമ്പിലേക്ക് ആനയിക്കുമെന്നുള്ളതാണ് ആ വാഗ്ദാനം. ഒരിക്കലും ഉത്തരീയം ധരിച്ച് ജീവിക്കുന്ന ഒരാത്മാവ് നഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ് അമ്മയുടെ വാഗ്ദാനം. ഒരുപക്ഷെ ഈ ഉത്തരീയത്തിൻ്റെ കഥ കേൾക്കുമ്പോൾ ഇവിടെ വച്ച് നമ്മൾ അവസാനിപ്പിക്കുകയും ഇതെന്തെങ്കിലും മന്ത്രവാദം പോലുള്ള കാര്യമാണോ എന്ന് ചിന്തിക്കുകയും മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാകുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. തിരുസഭയിൽ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഭക്തി ഔദ്യോഗികമായി നിർത്തിയ സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ഏറെ തെറ്റിദ്ധാരണകളുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ ഉത്തരീയം ധരിച്ചതുകൊണ്ടായില്ല, അത് പുറമേയുള്ളൊരു അടയാളം മാത്രമാണ്. എൻ്റെ ആത്മാവിലാണ് ഞാൻ അമ്മയുടെ മേലങ്കി ചാർത്തേണ്ടത്. എൻ്റെ ഹൃദയഭാവങ്ങളാണ് അമ്മയോട് ചേർത്ത് വയ്ക്കേണ്ടത്. ചില കാര്യങ്ങൾ കൂടി അതിൽ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നുണ്ട്. അതേറെ പ്രസക്തമാണ്, ഏറെ പ്രധാനപ്പെട്ടതുമാണ്. പരിശുദ്ധ അമ്മ ആദ്യമായി ആവശ്യപ്പെടുന്ന കാര്യം ഒരു തികഞ്ഞ പശ്ചാത്താപബോധത്തോടു കൂടി നല്ല കുമ്പസാരം നടത്തണം. ഒരു ആത്മീയ ജീവിതത്തിൻ്റെ വഴികളുണ്ടാകണം. ഇത് ഒരത്ഭുതമായി ഈ വെന്തിങ്ങ ധരിക്കുന്ന സമയം സംഭവിക്കുമെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് മരണാസന്നരായിട്ടുള്ള രോഗികൾ ഈ വെന്തിങ്ങ ധരിക്കുന്ന സമയം വലിയ പശ്ചാത്താപത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള അത്ഭുതങ്ങൾ വിശുദ്ധ സൈമൺ സ്റ്റോക്കിൻ്റെ ജീവിതത്തിൽ തന്നെ കാണാൻ സാധിക്കും. ഒരിക്കൽ ഒരു വലിയ ധനാഢ്യനായ ഒരു മനുഷ്യൻ, ഒരു പ്രഭു, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ മരണസമയം യാതൊരു തരത്തിലും പശ്ചാത്താപത്തിൻ്റെ ഒരു തരത്തിലുള്ള ഭാവങ്ങളുമില്ലാതെ മരണത്തിലേക്ക് നടന്നു പോകുന്ന ആ മനുഷ്യൻ്റെ അരികിലേക്ക് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ചെന്ന് അദ്ദേഹം ധരിച്ചിരുന്ന സ്കാപ്പുലർ ആ വ്യക്തിയുടെ മുകളിലേക്ക് എടുത്തു വയ്ക്കുകയും ആ നിമിഷം തന്നെ ആ വ്യക്തി പശ്ചാത്താപ വിവശനായി പാപങ്ങളേറ്റു പറഞ്ഞ് കുമ്പസാരിച്ച് നിർമ്മല ഹൃദയനായി ഇവിടുന്ന് യാത്രയായി. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം ഈ പ്രഭുവിന് സ്വപ്നത്തിലൂടെ പ്രത്യക്ഷനായി എന്നാ പറയുക. ആ വെന്തിങ്ങ എന്നെ തൊടുവിപ്പിച്ചതുകൊണ്ട് എന്നിൽ പശ്ചാത്താപം ഉണ്ടാവുകയും ഞാൻ സ്വർഗഭാഗ്യത്തിന് അർഹനാകുകയും ചെയ്തു എന്ന് ആ വ്യക്തി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു പശ്ചാത്താപത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി ഈ വെന്തിങ്ങ ധരിക്കുമ്പോൾ നമ്മൾ മാറണം. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, ജപമാല ഭക്തി നമ്മളിൽ ഉണ്ടാകണം. നമ്മൾ ഏത് തരത്തിലുള്ള ജീവിതാന്തസ്സാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിന് യോഗ്യമായ വിശുദ്ധിയും ശുദ്ധതയും നമുക്കുണ്ടാകണം. കുടുംബജീവിതക്കാരാണെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ ചാരിത്ര്യം, വിശുദ്ധി. അല്ല, സന്യസ്തരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദൈവം കൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധി. അത് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഉത്തരീയം ധരിക്കുന്നതിൻ്റെ ഒരു ശക്തിയും കൃപയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ എന്ന് പരിശുദ്ധ അമ്മ ഓർമ്മപ്പെടുത്തുകയാണ്.